സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതൊരു സ്റ്റോറിയാണ്, എൻ്റെ ഒരു ഇന്റർവ്യൂവിന്റെ സ്റ്റോറിയാണ്. നിങ്ങളൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഇതെന്റെ ഇന്റർവ്യൂ അറ്റൻഡ് സമയത്തുണ്ടായ ഒരു രസകരമായിട്ടുള്ള ഒരു കഥയാണ്. കുറച്ച് വലിച്ചു നീട്ടിലുണ്ടാകും, ഒന്നൊന്ന് കേട്ടോ. എൻ്റെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ഇന്റർവ്യൂ ആണ്. അതായത് ഇൻഫോ പാർക്കിലെ വിപ്രോയിലേക്ക് എനിക്കൊരു ഇന്റർവ്യൂ കോൾ വരുന്നു. അപ്പൊ നമ്മുടെ ഇൻഫോ പാർക്ക് എന്ന് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും അട്രാക്ഷൻ ആണല്ലോ, കാരണം ഇൻഫോ പാർക്ക് എല്ലാവർക്കും അട്രാക്ടിങ് ആയിട്ടുള്ള ഏരിയ ആണ്. അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിനായിട്ട് ഇൻഫോ പാർക്കിന്റെ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന പോലെ എന്നെയും കുറേയധികം കാര്യങ്ങൾ അട്രാക്ട് ചെയ്തു. ആസ് യൂഷ്വൽ സുന്ദരികളായ പെൺകുട്ടികൾ. അപ്പൊ ഞാൻ ഇതൊക്കെ നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, പല ക്യാമ്പസുകളിലെ പല കമ്പനികളിലേക്കൊക്കെ നോക്കി ഞാൻ ചെല്ലുന്നത് വിപ്രോയുടെ ഒരു ക്യാമ്പസിലേക്കാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ കണക്ക് തന്നെ HR-ലും എല്ലാവരും അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളെ വലിയൊരു ഓഡിറ്റോറിയത്തിലേക്കാണ് കൊണ്ടുചെല്ലുന്നത്. ഓഡിറ്റോറിയത്തിൽ കൊണ്ടുചെന്നിട്ട് അവിടെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞത് ആ ഒരു പേപ്പർ നമുക്ക് എല്ലാവർക്കും തന്നു. എന്നിട്ട് പറഞ്ഞൊരു എക്സാം വന്നു, നമുക്കൊരു ടോപ്പിക്ക് തന്നു. എനിക്കത് ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതും ആ പേപ്പർ കൊണ്ടുതരുന്നൊരു കുട്ടി സുന്ദരിയായിട്ടുള്ള കുട്ടിയാണ്. തരുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുമൺ എംപവർമെന്റ്. ഞാൻ ആരാ മോൻ, നമുക്കിതൊക്കെ വലിയ സംഭവമാണോ? അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, നല്ല കിടുക്കാഴ്ചയായിട്ട് ഞാൻ വുമൺ എംപവർമെന്റിനെ പറ്റി അഡീഷണൽ ഷീറ്റ് മേടിച്ച് ഞാൻ എഴുതി. അപ്പം അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയണ്ടേ? അത് അടുത്ത എപ്പിസോഡിൽ പറയാം. അതായിരിക്കും കുറച്ച് നല്ലത്.